Hi friends, Assalamu alaikum. Welcome back to my channel THAHI'Sbakeworld. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമാകുന്ന ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു അടിപൊളി പിസ്ത കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനെ ഗ്രീൻ വെൽവെറ്റ് കേക്ക് എന്നും പറയാം. നല്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ ഒരു 3 തവണ അരിച്ചെടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ്, പൊടിക്കാത്തതാണെങ്കിൽ ഒരു 3/4 കപ്പ്. ഒരു 4 മുട്ട, അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് പിസ്ത സിറപ്പാണ്. പിസ്ത എസൻസ് എൻ്റെ കയ്യിലില്ല, അപ്പം പിസ്ത സിറപ്പാണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്തപ്പോഴും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവയൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാലെടുത്ത് അതിലേക്ക് 1 ടീസ്പൂണ് പിസ്ത സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ലൈറ്റായിട്ടുള്ളൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്. കേക്കിലാകുമ്പോൾ ഇത് തീരെ കാണില്ല, അതുകൊണ്ട് കുറച്ച് ഗ്രീൻ ജെൽ കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റിക്കിലേക്ക് എടുത്ത് അതും കൂടെ മിക്സ് ചെയ്ത് ഇപ്പം നല്ലൊരു ഗ്രീൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മുട്ട ഒരു എഗ് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര അല്പമായി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. പിസ്ത സിറപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു ഗ്രീനിഷ് കളറാണ് എഗ് ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. മതി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്ലോറും അതുപോലെ തന്നെ പിസ്ത സിറപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്കും ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് വിനീഗറും ചേർത്ത് മിക്സ് ചെയ്തത് ബാറ്ററിലേക്ക് ചേർത്ത് പെട്ടെന്നൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് ഒരു 165 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം അല്പം ചൂടൊന്നും ആറിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കേക്കിൻ്റെ സൈഡിലായാലും അടിഭാഗത്തിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിന് വേണ്ട ഐസിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളാണ്. ഇനി അതിലേക്കൊരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുക്കാം. 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു സ്റ്റിഫായി കിട്ടുന്നത് വരെ ഇതൊന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പിസ്ത സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു കളറും അതുപോലെ തന്നെ പിസ്തേൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീമൊക്കെ നല്ല തിക്കായി വരുന്നുണ്ട്. ഇപ്പം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ കേക്കൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ കേക്കിൻ്റെ മുകൾ ഭാഗം ആ ബ്രൗണായി കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇതൊരു 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള കേക്ക് കട്ടർ വെച്ചിട്ടോ ഇത് കട്ട് ചെയ്യാവുന്നതാണ്. കത്തി വെച്ചും നമുക്ക് ഈസി ആയിട്ട് ലേസായി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ഇത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇതിനോട് കട്ട് ചെയ്ത് നോക്കുന്നതാണ്. ഞാനിവിടെ 3 പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഒന്ന് ക്രീം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം സെൻട്രൽ പീസാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കൊന്ന് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഐസിങ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്കൊന്ന് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിട്ടുള്ള പീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ക്രീം ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ കേക്ക് നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കേക്ക് ഉണ്ടാക്കി ഉടനെ കഴിക്കാനാണെങ്കിൽ ഷുഗർ സിറപ്പ് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയതുപോലെ തോന്നും. അതുകൊണ്ട് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ക്രീം വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടി ഇതിൻ്റെ കേക്കിൻ്റെ സൈഡ് ഭാഗത്തും ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കുറച്ച് ക്രീം വെച്ചൊന്ന് ഒരു കോട്ടിങ് കൊടുക്കാം. ക്രീം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഈ റോസറ്റ് നോസിൽ ഉപയോഗിച്ച് കുറച്ച് റോസസ് വരച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൽ ക്രീമിലേക്ക് ഒരല്പം ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനത്തെ ഒരു ബോർഡർ പോലെ ലീഫ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സിമ്പിളായിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഇതാർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പിസ്ത സിറപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മെല്ലെ സ്റ്റാർ എടുത്തൊന്ന് മാറ്റാം. ഇനി അതിലൊരു ഗ്രീൻ കളർ ബോർഡർ കൂടി ഒന്ന് കൊടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. ഒരിക്കൽ കഴിച്ചാൽ ഉറപ്പായിട്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു കേക്ക് തന്നെയാണിത്. ഞാൻ കേക്കിന് ഐസിങ് ചെയ്തതും ഡെക്കറേഷൻ ചെയ്തതൊക്കെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ചാനലിലൊരു ചെറിയൊരു കോമ്പറ്റീഷൻ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എല്ലാവരും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.